ചമ്പക്കുളം മൂലം വള്ളംകളിയെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ലക്ഷ്യം വെച്ചത് മുസ്ലിം ലീഗിന്റെ പ്രീതിയെന്ന് BJP. വള്ളംകളി ദിവസം കുട്ടനാടിന് അവധി നൽകാനും വിഷയത്തിൽ മാപ്പ് പറയാനും മുഖ്യമന്ത്രി തയ്യാറാകണം. ഇല്ലെങ്കിൽ വൻ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും BJPയുടെ മുന്നറിയിപ്പ്. ഹൈന്ദവ വിശ്വാസങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമാണ് ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം. ഓരോ വർഷവും ജലോത്സവങ്ങൾ ആരംഭിക്കുന്നതും മൂലം വള്ളംകളിയോടെയാണ്. ഈ പ്രാധാന്യങ്ങളും കുട്ടനാടിൻ്റെ വികാരവും ഉൾക്കൊണ്ട് വള്ളംകളി ദിവസം കുട്ടനാടിന് അവധി നൽകണമെന്നാവശ്യപ്പെട്ടതിനെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ അവഹേളിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനും സമീപന ശൈലിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. അരികിലിരുന്ന മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും സന്തോഷിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ശ്രമമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇതൊരിക്കലും നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു നിലപാടെടുത്തത്? അതോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു നിലപാടെടുത്തതെന്നുള്ളത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി മാപ്പ് പറഞ്ഞ് 29-ാം തീയതി കുട്ടനാട് താലൂക്കിന് പൊതു അവധി പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടിയും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുകയാണ്. കുട്ടനാട് MLA-യും UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ നേതാവുമായ റെജി ചെറിയാനെയും മുഖ്യമന്ത്രി അവഹേളിക്കുകയായിരുന്നെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട ആചാരത്തിന്റെ ഭാഗമാണ് ചമ്പക്കുളം മൂലം ജലോത്സവം. മിഥുനമാസത്തിലെ മൂലം നാളിലാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത്. ഹൈന്ദവ വിശ്വാസത്തെയും കേരള സംസ്കാരത്തെയും അധിക്ഷേപിക്കുന്ന സമീപനമായാണ് വി ഡി സതീശന്റെ പ്രതികരണത്തെ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെയും തീരുമാനം. ജനം, ആലപ്പുഴ.